എല്ലാവർക്കും നമസ്കാരം. മാന്ത്രികത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാൻ നാം എത്രയൊക്കെ ശ്രമിച്ചിട്ടും നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ ഈ മാന്ത്രികമായ വാക്കുകളിലൂടെ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക. ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടും വിശ്വാസമോടെയും ചെയ്തു നോക്കുക. ഉറപ്പായും പതിയെ പതിയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഈ ഒരു മാന്ത്രിക പരിശീലനത്തിലേക്ക് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എണ്ണുക എന്നുള്ളതാണ്. രാവിലെ തന്നെ ആദ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൃതജ്ഞതയോടെ കാണുന്ന 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. ഓരോ അനുഗ്രഹത്തിനും നിങ്ങൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിന് കാരണം എഴുതുക. വീണ്ടും അവ നിങ്ങളുടെ മനസ്സിലോ ഉച്ചത്തിലോ വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും ഒടുവിലായി മാന്ത്രിക വാക്കായ നന്ദി 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 എന്ന് പറയുക. ആ അനുഗ്രഹത്തിന് നിങ്ങളാൽ കഴിയുന്നത്ര കൃതജ്ഞത ഉൾക്കൊള്ളുക. ഈ മാന്ത്രിക പരിശീലനത്തിൻ്റെ ആദ്യ 3 സ്റ്റെപ്പുകൾ അടുത്ത 27 ദിവസത്തേക്ക് എല്ലാ ദിവസവും ആവർത്തിക്കുക. എന്നിട്ട് നാളത്തെ മാന്ത്രിക പരിശീലനം ഇന്ന് വായിക്കുക. നിങ്ങൾ ആരാണെന്നതോ നിങ്ങൾ എവിടെയാണെന്നതോ നിങ്ങളുടെ നിലവിലെ സ്ഥിതി എന്താണെന്നതോ ഇവിടെ വിഷയമല്ല. കൃതജ്ഞതയുടെ മാന്ത്രികത നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറ്റും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അങ്ങേയറ്റം ദയനീയമായ ജീവിതാവസ്ഥയിൽ നിന്ന് കൃതജ്ഞത പരിശീലിച്ചത് വഴി ജീവിതത്തിൽ മാറ്റം വരുന്നത് പലർക്കും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ആരോഗ്യസ്ഥിതിയിൽ അത്ഭുതകരമായ പുരോഗതി വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തകർന്ന ബന്ധങ്ങൾ മനോഹരമായ രീതിയിലുള്ള ബന്ധമായി പരിണമിച്ചിട്ടുണ്ട്. വിവാഹബന്ധങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കൊടും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്നവർ സമൃദ്ധിയിലേക്ക് മാറുന്നത് കണ്ടിട്ടുണ്ട്. വിഷാദത്തിന് അടിമപ്പെട്ടവർ സന്തുഷ്ടവും സമ്പൂർണവുമായ ജീവിതങ്ങളിലേക്ക് അതിവേഗത്തിൽ മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങൾ ഏതവസ്ഥയിലും കൃതജ്ഞതയിലൂടെ ആഹ്ലാദകരവും അർത്ഥപൂർണവുമായി മാറ്റാൻ കഴിയും. കൃതജ്ഞതയ്ക്ക് നിങ്ങളെ അത്ഭുതകരമാം വിധം അഭിവൃദ്ധിപ്പെടുത്താനാകും. ഇതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള പണം നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ട് മുൻപെങ്ങും ഇല്ലാത്ത വിധമുള്ള സന്തോഷം അനുഭവിക്കാനാകും. നിങ്ങളുടെ തൊഴിൽ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തിക്ക് കഴിയും. കൂടുതൽ വിജയം നൽകി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്വപ്ന തുല്യമായ ജോലി നിങ്ങൾക്ക് ലഭിക്കും. യഥാർത്ഥത്തിൽ നിങ്ങളായിരിക്കാനും ചെയ്യാനും സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയായാലും കൃതജ്ഞതയാണ് ഇവയെല്ലാറ്റിനുമുള്ള വഴി. കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി നിങ്ങളുടെ ജീവിതം പൊന്നാക്കി മാറ്റും. നിങ്ങൾ കൃതജ്ഞത അനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് തെറ്റിപ്പോകുന്നുവെന്നും ചിലതെല്ലാം ജീവിതത്തിൽ എന്തുകൊണ്ട് ഇല്ലാതെ പോകുന്നു എന്നും. കൃതജ്ഞത നിങ്ങളുടെ ജീവിത രീതിയാക്കി മാറ്റുമ്പോൾ ഓരോ പ്രഭാതത്തിലും നിങ്ങൾ ഉണരുന്നത് ജീവിച്ചിരിക്കുന്നുവെന്നുള്ള ഉത്സാഹത്തോടെ ആയിരിക്കും. ജീവിതവുമായി നിങ്ങൾ പൂർണ്ണമായും പ്രണയത്തിലായിരുന്നുവെന്ന് നിങ്ങൾ അറിയും. എല്ലാം ശ്രമരഹിതമായി മാറും. ഒരു തൂവൽ പോലെ മൃദുവായി മാറും. മുൻപെങ്ങും തോന്നാത്ത വിധം നിങ്ങൾ സന്തുഷ്ടരാകും. വെല്ലുവിളികൾ വന്നേക്കാം. എന്നാൽ ഇതെങ്ങനെ നേരിടണമെന്നും ഇതിൽ നിന്ന് എന്ത് പഠിക്കണമെന്നും നിങ്ങൾക്ക് അറിയാനാകും. എല്ലാ ദിവസവും മാന്ത്രികതയുള്ളതായിരിക്കും. നിങ്ങൾ ഒരു കൊച്ചുകുട്ടിയായിരുന്ന കാലത്തേക്കാളും കൂടുതൽ മാന്ത്രികതയിൽ ഓരോ ദിവസവും നിറയും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൃതജ്ഞതയില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലൊന്നും തിരികെ ലഭിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ മാന്ത്രികത തുടരുന്നത് നിങ്ങൾ നിർത്തലാക്കിയെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് നന്ദിയില്ലെങ്കിൽ മികച്ച ആരോഗ്യം, മികച്ച ബന്ധങ്ങൾ, കൂടുതൽ സന്തോഷം, കൂടുതൽ പണം, തൊഴിൽ മികവ്, ബിസിനസ് എന്നിവയുടെ ഒഴുക്ക് നിലയ്ക്കും. നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നൽകിയേ തീരൂ. അതാണ് നിയമം. കൃതജ്ഞത എന്നാൽ നന്ദി പറയലാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ മാന്ത്രികതയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് സ്വീകരിക്കുന്നതിൽ നിന്നും അകലുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിസ്സാരമായി കാണുന്നു എന്നതാണ് കൃതജ്ഞതയില്ലായ്മയുടെ പ്രധാന ആശയം. നമ്മൾ കാര്യങ്ങളെ അല്ലെങ്കിൽ നേട്ടങ്ങളെ ലഘുവായി കാണുമ്പോൾ മനഃപൂർവ്വമല്ലാതെ നമ്മളിൽ നിന്നും തന്നെ സമാന സ്വഭാവം ആകർഷിക്കപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നിസ്സാരമായി കാണുമ്പോൾ അനന്തരഫലമെന്ന പോലെ അത് നമ്മളിൽ നിന്നും എടുക്കപ്പെടും. അവനായാലും അവളായാലും ഉള്ളതിനോട് നന്ദിയുള്ളവരായില്ലെങ്കിൽ ആ ഉള്ളതും കൂടി എടുക്കപ്പെടുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നിങ്ങൾ തീർച്ചയായും കൃതജ്ഞത ഉള്ള ആളായിരുന്നിരിക്കാം. എന്നാൽ നിങ്ങളുടെ നിലവിലെ ചുറ്റുപാടിൽ മാറ്റവും മാന്ത്രികതയും കാണണമെങ്കിൽ നിങ്ങൾ കൃതജ്ഞത പരിശീലിക്കുകയും അത് നിങ്ങളുടെ ജീവിത രീതി ആക്കുകയും വേണം. നിങ്ങൾ എത്രത്തോളം കൃതജ്ഞത ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം സമൃദ്ധി നിങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും ഒരു പേപ്പർ എടുത്തിട്ട് പറഞ്ഞതുപോലെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും അതേപോലെ തന്നെ അഭിവൃദ്ധിയും ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. നമ്മുടെ ഈ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീരുമ്പോഴേക്കും ഇത് കേൾക്കുന്ന എല്ലാവരിലേക്കും മാറ്റമുണ്ടാകും എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഈ മാന്ത്രികം കേൾക്കുക, അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഭാഗം നമുക്ക് ഉടനെ തന്നെ കേൾക്കാം.